നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തങ്ങ് ചേർക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇതേ നല്ല മഴക്കാലമാണ്. ഞാൻ കുറച്ച് കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ആൽവിൻ മച്ചാൻ്റെ തോട്ടമാണ് കേട്ടോ. കാന്താരി പറിച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് ചിക്കൻ തോരൻ. നല്ല ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചിക്കൻ തോരൻ ഉണ്ടാക്കുമ്പം നിലവിൽ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്ന എല്ലാ മെത്തേഡുകളും തെറ്റിച്ചുകൊണ്ട് നമ്മുടേതായ ഒരു രീതിയിലാണ് നമ്മളിന്ന് ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്യാമ്പ് സെറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാന്താരി പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് തീ പിടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും തീ കത്തിയിട്ടുണ്ട്. ചട്ടി വെച്ചു. അന്നേരം തന്നെ വെള്ളം ഒഴിച്ചു വേണം, കാര്യം ചട്ടിയില്ല, പൊട്ടിപ്പോയി. ഇതുണ്ട് നമ്മുടെ മുഴുവൻ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫുള്ളായിട്ട് ചട്ടിയിലോട്ടങ്ങ് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ചിക്കൻ്റെ പുറത്തോട് കൂട്ടി കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് എന്നിട്ട് അടപ്പെടുക്കുന്നു, മൂടി വെക്കും. ഇനി ഇതിവിടെ നിന്ന് നന്നായിട്ട് വേകണം. നമ്മുടെ ചിക്കൻ അവിടെ വെന്തോണ്ടിരിക്കുകയാണ്. ആ സമയം കണ്ടതേ നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേ മഴ പെയ്ത് തുടങ്ങി. നമുക്ക് ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമാണ് ഈ മഴക്കാലത്ത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മഴ വീണ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു നാച്ചുറൽ ആംബിയൻസ്. ഇതുണ്ടോ, നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അടിയിൽ മാത്രം മഴ കിട്ടുന്നില്ല. നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചിക്കൻ വെന്ത് നമുക്കതൊന്ന് വെളിയിലോട്ടെടുക്കാം. കണ്ടോ, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കും. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഉരുളി അങ്ങ് വെക്കാം. നമ്മുടെ ദേശീയ ഉരുളി, ആസ്ഥാന ഉരുളി. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ബ്രാൻ ഓയിൽ ശകലം ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമ്മൾ ആദ്യം പറിച്ച കാന്താരി. ഇത് ഇടിക്കുകയോ ചതയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇവൻ അതിൻ്റെ ഞെട്ട് പോലും കളയണ്ട, അങ്ങോട്ട് ഇടുക. അടുത്തത് കറിവേപ്പില, ഒരു 6 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇഞ്ചി, അടുത്തത് വെളുത്തുള്ളി അരിഞ്ഞിട്ടും ചതച്ചിട്ടും ഒന്നുമില്ല, ഫുള്ളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കാൻ ചിരട്ടത്തവി കിട്ടി കേട്ടോ. അതെടുക്കാൻ ആൾ പോയണ്ട, പ്ലക്കർ കൊണ്ട് ഇളക്കിയത്. നമ്മൾ ചെയ്യുന്നത് ചിരണ്ടി വെച്ച തേങ്ങ ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി മണമാണ്. നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ. നമ്മുടെ ഉപ്പിട്ട ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കിങ്ങനെ മുഴുവൻ പിച്ചിയെടുക്കണത് കണ്ടോ. ഇങ്ങനെ നാരായിട്ട് ഇത് മുഴുവൻ പിച്ചിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ഇതുണ്ടോ, ഇത് നമുക്കിങ്ങനെ കോരി മാറ്റണം. ശകല എണ്ണം കൂടെ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഓൾറെഡി മയം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഇത്ര എണ്ണ മതി. ഇനി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. 2.40 ചിക്കൻ്റെ തൂക്കം. അത് പിച്ചിയപ്പം ഇത്രയും കിട്ടും. ഇതങ്ങോട്ട് 2 കിലോയും 40 ഗ്രാമും.
ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വലിയണം ഇവിടെ നിന്നിട്ട്. നല്ല വെന്ത് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത് മീറ്റ് മസാലയാണ്, ഇതൊരു ശകലം ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, ഇത് ഗരം മസാല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ അല്ല, നല്ല ഗോൾഡൻ കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയാണ് നമ്മളിത് ഈ സാധനം ആദ്യം കോരി വെച്ചത് കണ്ട ഉപ്പുമാവ് പോലെ ഉണ്ടല്ലേ, ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തങ്ങ് ചേർക്കണം പോലെ. ഇതുണ്ട്, നന്നായിട്ടിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത്. ഇതിൻ്റെ കളർ കണ്ടിട്ട് അമ്പടാ നല്ല സ്മെല്ലുമാണ് വരുന്നത്. ഇതുണ്ട്, നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട്. അതായത് നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം കൃത്യം 3/4 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ ഇത് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം നിങ്ങൾ കണ്ടതാണ്, നന്നായിട്ട് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഉപ്പ് ചേർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സപ്പോസ് ഇപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ശകലം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയാൽ മതി. നോക്കാം ഉപ്പ് ഉണ്ടോ നോക്കാം. അടിപൊളിയല്ലേ? വേറെ ലെവൽ സാധനമാണ് കേട്ടോ. ഉപ്പ് പക്കയാണ്, ഇനി ഒന്നും ചെയ്യണ്ട. ഇനി താളിപ്പിനുള്ള പരിപാടിയാണ്. ഇത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം, ചട്ടി ചൂടായിട്ടുണ്ട്. ഇത് ശകലം കടുക് അങ്ങിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കറിവേപ്പില, ഇട്ട് വെച്ച തേങ്ങ, ഇതിലേക്ക് ശകലം വറ്റൽമുളക്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ തോരനിലേക്ക് ഈ താളിപ്പിങ്ങനെ കോരി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മണം വേറെ ലെവലാണ് കേട്ടോ. എന്നാലും ഞാൻ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇതുണ്ടോ, വെളുത്തുള്ളി ഞാൻ മനഃപൂർവ്വം മുറിക്കാതിട്ടതാണ്. ഇങ്ങനെ വെളുത്തുള്ളിയോട് കൂടി ചേർത്തെടുക്കുക. സംഭവം വേറെ ലെവലാണ്. ഈ ഡ്രൈ ആയതുകൊണ്ട് നാക്കിലേക്ക് അതിൻ്റെ രുചി പിടിക്കാൻ ഒരു ശകലം ടൈം എടുക്കും. എന്തായാലും ഞാൻ മാത്രം പറയുന്നില്ല. വയനാട്ടിൽ മാനന്തവാടിയിൽ നിന്ന് നമ്മുടെ ജിനുബ്രോ വന്നിട്ടുണ്ട്. അതുകൊണ്ടോ ഇത്ര നേരം അവിടെ നാം അപ്പമൊക്കെ പകുതി ഇതിൻ്റെ കൊണ്ടുവന്നേക്കുന്നത്. ഇതുണ്ടോ അപ്പം പുള്ളി പകുതി അടിച്ചു. എന്തായാലും ബാക്കി കൂട്ടി ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്നെ നോക്കി പറയല്, പ്രേക്ഷകരെ നോക്കി പറഞ്ഞു. എങ്ങനെയുണ്ടോ? കൊള്ളാം, സൂപ്പർ. അത് എരിവും കാര്യമൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. സംഭവം പൊളിയാണ്. ചേട്ടാ പറഞ്ഞാൽ അപ്പം കൂട്ടി കഴിക്കുമ്പോൾ സംഭവം വേറെ ലെവലാണ്. എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ പുള്ളി പറഞ്ഞ ഡിലേ വന്നതിൻ്റെ കാര്യം എന്താണെന്നോ, ഇത് ഇങ്ങനെ ഡ്രൈ അല്ല. ഇതുണ്ടോ, ഡ്രൈ ആയതുകൊണ്ട് നാവിൽ പെട്ടെന്ന് രുചി കിട്ടത്തില്ല, ഇറക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അപ്പം കൂട്ടി ഇച്ചിരി വേറെ എന്തെങ്കിലും ഗ്രേവിയും കൂടെ ഉണ്ട്. സംഭവം വേറെ ലെവലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തുടർന്ന് ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടും വരുന്നത് വരേക്കും ജിനു ആൻഡ് മാർക്ക് ആൻ്റണി സൈനിങ് ഓഫ്.